ഓം നമ ശിവായ. ഇതൊരു വെറും അവതരണമല്ല കേട്ടോ. ആധുനിക കാലത്തെ തിരക്കുകളിൽ പെട്ടുഴലുന്ന നമ്മുടെ മനസ്സുകൾക്കായുള്ള വളരെ ശാന്തമായ ഒരു ആന്തരിക യാത്രയാണിത്. ശിവഭക്തിയുടെ യഥാർത്ഥ അർത്ഥവും അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ സമാധാനവും ധൈര്യവും മാനസിക കരുത്തും നിറയ്ക്കുന്നുവെന്നും പുരാതന ഗ്രന്ഥങ്ങളെയും ശാസ്ത്രീയ വശങ്ങളെയും അടിസ്ഥാനമാക്കി നമുക്കിന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്തെ നിരന്തരമായ പിരിമുറുക്കവും ഭയവും പിന്നെ എന്തിനെന്നില്ലാത്ത അവാലാദികളുമൊക്കെ നിങ്ങളെ വല്ലാതെ തളർത്താറുണ്ടോ? ഉത്കണ്ഠയും ഏകാന്തതയുമൊക്കെ നമ്മളിൽ പലരെയും വേട്ടയാടുന്ന ഒന്നാണല്ലേ. എന്നാൽ ഇവിടെയാണ് പരമശിവൻ എന്ന സങ്കല്പത്തിന്റെ പ്രസക്തി. ശിവൻ എന്നത് എങ്ങോ ഇരിക്കുന്ന ഒരു പുരാണ കഥാപാത്രമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും ചിന്തകൾക്ക് വ്യക്തത വരുത്താനുമുള്ള ഏറ്റവും വലിയ മാനസിക നങ്കൂരമാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഭാഗം 1. ദിവ്യ ചിഹ്നങ്ങൾ ഡീകോഡ് ചെയ്യുന്നു. നടരാജന്റെ ഈ പ്രശസ്തമായ വിശ്വരൂപ നൃത്തം ശരിക്കും കൗതുകകരമാണല്ലേ. സൃഷ്ടിയുടെയും മാറ്റത്തിന്റെയും താളമാണിത്. ശിവന്റെ ഈ താണ്ഡവ നൃത്തം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മുടെ അഹങ്കാരത്തെയും പഴയ ശീലങ്ങളെയും ഇല്ലാതാക്കിയാൽ മാത്രമേ പുതിയ തുടക്കങ്ങൾക്കും ആത്മീയ ഉണർവിനും നമ്മുടെ ഉള്ളിൽ ഇടമുണ്ടാകൂ എന്നാണിത് വ്യക്തമാക്കുന്നത്. അതായത് ജീവിതത്തിലെ എല്ലാ അവസാനങ്ങളും പുതിയ തുടക്കങ്ങൾക്കുള്ള വേദിയൊരുക്കലാണ്. ഈ ദൃശ്യം എത്ര മനോഹരമായാണ് ആ വലിയ സത്യത്തെ വരച്ചു കാട്ടുന്നതെന്ന് നോക്കൂ. ഒരു വശത്ത് പരമശിവന്റെ ഏറ്റവും ശാന്തമായ മുഖം, മറുവശത്ത് കാൽ കീഴിൽ അമർത്തപ്പെട്ട അജ്ഞതയുടെ അസുരൻ. നമ്മുടെ സ്വന്തം അഹങ്കാരത്തെ അഥവാ ഈഗോയെ പൂർണ്ണമായും കീഴടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആഴത്തിലുള്ള സമാധാനമാണ് ഇത് കാണിക്കുന്നത്. അതെ, മായകളെയും ഭയത്തെയും ജയിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ശാന്തി ലഭിക്കൂ. ഇനി ശിവന്റെ മൂന്നാം കണ്ണ്. ഇത് പ്രപഞ്ച സത്യത്തിന്റെയും അറിവിന്റെയും ഉണർവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള സാധാരണ കാഴ്ചകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാനുള്ള ഒരു ആന്തരികമായ കഴിവാണ് ശരിക്കും ഈ മൂന്നാം കണ്ണ്. ജീവിതത്തില് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യാമോഹങ്ങളെ ഭേദിച്ചു മുന്നോട്ടു പോകാൻ ആവശ്യമായ വ്യക്തതയും വിവേകവും നൽകുന്നത് ഈ ആന്തരിക ദൃഷ്ടിയാണ്. ആകാശത്ത് നിന്ന് കുതിച്ചൊഴുകി വരുന്ന ഗംഗാനദിയെ പരമശിവൻ തന്റെ ജടയിൽ വളരെ ശാന്തമായി ഏറ്റുവാങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു രൂപകമാണിത്! ജീവിതത്തിൽ നമ്മെ തളർത്തുന്ന വലിയ പ്രതിസന്ധികളെയും വൈകാരികമായ പ്രക്ഷുബ്ധതകളെയും വളരെ ശാന്തവും സുസ്ഥിരമായ ഒരു മനസ്സുകൊണ്ട് നേരിടാനുള്ള വൈകാരിക കരുത്തിനെയാണ് ഇതർത്ഥമാക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ പോലും ശാന്തമായ ഒരു മനസ്സിൽ അലിഞ്ഞില്ലാതാകും. തീർച്ച. ഭാഗം 2. പഞ്ചാക്ഷരിയുടെ ശക്തി. നമ ശിവായ എന്ന ആ പുരാതനമായ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾക്കെല്ലാം പരിചിതമാണല്ലോ. ഇതിലെ അക്ഷരങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ മന്ത്രം ഉള്ളൊരുകി ജപിക്കുമ്പോൾ സത്യത്തിൽ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വ്യവസ്ഥാപിതമായി ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശാരീരികവും വൈകാരികവുമായ തലങ്ങളെ സന്തുലിതമാക്കാനും ഇത് സഹായിക്കുന്നു. ഇവിടത്തെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നോ? മനസ്സിനെ നിയന്ത്രിക്കുന്നത് ശംഭുവാണ് എന്ന് ശിവപുരാണം പറയുന്നു. ഇതൊരു വെറും വിശ്വാസം മാത്രമല്ല കേട്ടോ. ഇത്തരം മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മുടെ അമിതമായ ചിന്തകളെ കുറയ്ക്കുകയും ആഴത്തിലുള്ള ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാതകളിൽ ആഴത്തിലുള്ള മാറ്റങ്ങളും രോഗശാന്തി നൽകുന്ന തരംഗങ്ങളും സൃഷ്ടിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം പോലും സൂചിപ്പിക്കുന്നുണ്ട്. ഭാഗം 3. ജ്യോതിഷം, മനസ്സ്, വൈകാരികത. ജ്യോതിഷപ്രകാരം നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. എന്നാൽ ശനിയാകട്ടെ കർമ്മത്തെയും ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രന്റെ ഈ വൈകാരിക ചാഞ്ചാട്ടങ്ങളെയും ശനിയുടെ വലിയ ഭാരങ്ങളെയും ഒരുപോലെ സന്തുലിതമാക്കാനും ശാന്തമാക്കാനും മഹാദേവന്റെ ഊർജത്തിന് സാധിക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചുരുക്കത്തിൽ, വെല്ലുവിളികളുടെ സമയങ്ങളിൽ ശിവഭക്തി മനസ്സിന് ഒരു വലിയ കവചമായി മാറുന്നു. അതുകൊണ്ട് വൈകാരികമായ കരുത്ത് നേടാൻ ചില പ്രായോഗിക വഴികൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന്, ബ്രാഹ്മമുഹൂർത്തത്തിൽ മന്ത്രങ്ങൾ ജപിക്കുക, 5 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുക, പ്രദോഷവ്രതം അനുഷ്ഠിക്കുക തുടങ്ങിയവ നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാൻ വളരെയധികം സഹായിക്കും. അതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതും ബാഹ്യമായ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്നതും വലിയ മാനസിക സ്ഥിരത നൽകും. ഭാഗം 4. മഹാശിവരാത്രിയുടെ നിശബ്ദത. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനാത്മകതയും പൂർണ്ണമായ ആന്തരിക നിശബ്ദതയും ഒരേ സമയം സന്തുലിതമാക്കുന്ന മഹാദേവന്റെ ആ അവസ്ഥ ശരിക്കും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്.
ചാന്ദ്രമാസത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയാണല്ലോ ശിവരാത്രി. ഈ ഇരുട്ട് വെറുമൊരു ശൂന്യതയല്ല, മറിച്ച് നമ്മുടെ അഹംഭാവം അഥവാ ഈഗോ പൂർണ്ണമായും അലിഞ്ഞില്ലാതാകുന്ന യഥാർത്ഥ ആത്മീയ ഉണർവിനുള്ള വലിയൊരു സാധ്യതയുടെ ഇടമാണ്. ശിവരാത്രിയിലെ ജാഗരൻ എന്നാൽ വെറുതെ കുറേ നേരം ഉറക്കമൊഴിയുക എന്നതും മാത്രമല്ല, പൂർണ്ണമായ ബോധത്തോടെ ഉണർന്നിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഉപവസിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും നിവർന്നിരിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിലെ ഊർജത്തെ മുകളിലേക്ക് ഒഴുകാൻ സഹായിക്കുന്നു. ഇത് നമ്മെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് മാറി വളരെ ശാന്തമായി പൂർണ്ണബോധത്തോടെ നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഭാഗം 5. നിങ്ങളിൽ തന്നെ ശിവനെ കണ്ടെത്തുക. ത്രികശൈവിസത്തിന്റെ തത്വചിന്തയിൽ പ്രത്യഭിജ്ഞ എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയലെന്നാണ്. നമ്മുടെ ആന്തരിക സ്വഭാവം പരമശിവന്റെ ആ പരമമായ ബോധത്തിന് തുല്യമാണെന്ന ആഴത്തിലുള്ള തിരിച്ചറിവാണിത്. യഥാർത്ഥ വിശ്വാസം എന്നത് അന്ധമായ ഒന്നല്ല കേട്ടോ, മറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ ശിവൻ നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ വസിക്കുന്ന ബോധം തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള മനോഹരമായ ഒരു യാത്രയാണെന്ന് ഈ തത്വചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ആത്മാവിനെ പരിമിതപ്പെടുത്തുന്ന പ്രധാനമായും 3 മാലിന്യങ്ങളാണുള്ളത്. സ്വന്തം കഴിവുകേടിനെക്കുറിച്ചുള്ള തോന്നലായ ആണവമലം, മായയുടെ അതിർവരമ്പായ മായാമലം, പിന്നെ കർമ്മങ്ങളുടെ ഫലമായ കാർമ്മികമലം. ശിവന്റെ അനുഗ്രഹം അഥവാ ശക്തിപാദം ഈ 3 മിഥ്യാധാരണകളെയും തകർക്കാൻ നമ്മെ സഹായിക്കും. അങ്ങനെ നാം ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകുന്നു. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ആസക്തികൾ ഉപേക്ഷിക്കുക, ആന്തരിക സ്വാതന്ത്ര്യം കണ്ടെത്തുക. നമ്മുടെ ആസക്തികളെ വിട്ടുകളയുന്നതും നമ്മുടെ ഉള്ളിലെ ഇരുളടഞ്ഞ വശങ്ങളെ ധൈര്യത്തോടെ നേരിടുന്നതും തന്നെയാണ് അചഞ്ചലമായ മാനസിക വ്യക്തതയിലേക്കുള്ള ഒരേ ഒരു വഴി. എല്ലാം നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആ വെപ്രാളം ഉപേക്ഷിക്കുമ്പോൾ സത്യത്തിൽ നാം പൂർണ്ണ സ്വതന്ത്രരാകുകയാണ്. അവസാനമായി വളരെ ആഴത്തിലുള്ള ഈ ഒരു ചിന്ത നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിന്റെ നിശബ്ദതയിൽ കുടികൊള്ളുന്ന ആ പരമമായ നിർഭയമായ ബോധത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണോ? യഥാർത്ഥ ഭക്തി എന്നത് ആന്തരിക സമാധാനത്തിലേക്കും ഭയത്തിൽ നിന്നുള്ള മോചനത്തിലേക്കുമുള്ള ഒരു യാത്രയാണ്. ഈ ചിന്ത എന്നും നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. ശാന്തിയുടെ ഈ സന്ദേശത്തോടെ ഇന്നത്തെ ഈ ആത്മീയ അന്വേഷണം നാം ഇവിടെ പൂർണ്ണമാക്കുന്നു. ഓം നമഃ ശിവായ.